ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളൊക്കെ നമ്മുടെ SI മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലരൊക്കെ സ്പെഷ്യൽ ടോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി, ചിലരൊക്കെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു സെഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ സബ് ഇൻസ്പെക്ടർ മെയിൻസ് എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് വിഭാഗത്തിൽ നിന്ന് PSC ഇതുവരെയായിട്ട് ചോദിച്ചതും അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ഡിസ്കഷനാണ് നമ്മളിന്ന് ഇവിടെ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ സൈക്കോളജി ആവട്ടെ, നമ്മുടെ ബേസിക്സ് ഓഫ് IT ആവട്ടെ, BNS ആവട്ടെ, BNSS ആവട്ടെ, BSA ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ ആക്ട് ആവട്ടെ, IT ആക്ട് ആവട്ടെ, ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ PSC SIയുടെ മെയിൻസിന് ചോദിക്കാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ ഓൾറെഡി ചോദിച്ചിട്ടുള്ളതുമായ ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അതായത് ഇന്ന് ഒരു ഫസ്റ്റ് പാർട്ടാണെങ്കിൽ അതിൽ ബേസിക്സ് ഓഫ് IT, അതുപോലെ തന്നെ അത് കഴിയുന്നവരെ പാർട്ടായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അടുത്ത സൈക്കോളജി വരും അടുത്ത പാർട്ടിൽ, അതുപോലെ തന്നെ BNS വരും, അതുപോലെ BNSS വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെഷൻ പോകുന്നത് മുന്നോട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്കും പുതുതായിട്ട് പഠിക്കുന്ന ഒരാൾക്കാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു ഒരു ഐഡിയ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഉണ്ടാവും. കാരണം നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് മാത്രം പറയാതെ അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും കൂടി ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് പോകുന്നത് എന്ന് പറയും. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയാതെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, താഴെ പറയുന്നവയിൽ ഏത് തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളാണ് CDR വിശകലനം ഏറ്റവും ഉപയോഗപ്രദമാകുന്നത്? അപ്പോൾ CDRൻ്റെ ഫുൾ ഫോം എന്താ? കോൾ ഡാറ്റ റെക്കോർഡ്. അപ്പോൾ നമ്മൾ എന്തിനാണ് CDR ഉപയോഗിക്കുന്നത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫിഷിംഗ് ആക്രമണമാണോ, അതുപോലെ ഫോൺ ആശയവിനിമയം വഴി നടത്തുന്ന ഓൺലൈൻ തട്ടിപ്പാണോ, അല്ല നമ്മുടെ ഡോസ് അറ്റാക്ക് ആണോ, ഇമെയിൽ വഴിയുള്ള മാൽവെയർ ആക്രമണമാണോ? ഏതാണ് നമ്മൾ CDR ഉപയോഗിക്കുന്നത്? നമ്മുടെ CDR എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, അതായത് കോൾ ഡാറ്റ റെക്കോർഡ് അല്ലെങ്കിൽ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്. അതായത് നമ്മുടെ CDR ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ആശയവിനിമയം വഴി എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ തട്ടിപ്പോ മറ്റോ നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ കോൾ ചെയ്ത ഡേറ്റ്, ഡ്യൂറേഷൻ, കോളിംഗ് ടൈം, അതുപോലെ കോൾ ചെയ്ത നമ്പറുകൾ, അതുപോലെ IMEI നമ്പർ, നമ്മുടെ CA നമ്പർ, ഇതൊക്കെ അറിയാം. ഇപ്പോൾ നമ്മുടെ ശബ്ദ നിലവാരമോ അല്ലെങ്കിൽ ശരിയായ സിഗ്നലിംഗ് എന്നിവ പരാജയപ്പെട്ടാലോ നമുക്ക് CDR ഉപയോഗിക്കാം. അപ്പോൾ CDR എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ഫോൺ ആശയവിനിമയം വഴി നടത്തുന്ന ഓൺലൈൻ തട്ടിപ്പ് തടയാൻ വേണ്ടിയാണ് നമ്മുടെ CDR ഉപയോഗിക്കുന്നത്. അപ്പോൾ CDRനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മറ്റൊന്നാണ് നമ്മുടെ IPDR എന്ന് പറയുന്നത്. CDR പഠിക്കേണ്ട മറ്റൊന്നാണ് IPDR. നമ്മുടെ IPDRൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഡീറ്റെയിൽ റെക്കോർഡ് എന്നാണ്. അതായത് നമ്മുടെ കോൾ ഡീറ്റെയിൽ റെക്കോർഡ് പോലെ തന്നെ നമ്മുടെ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനാണ് നമ്മൾ IPDR ഉപയോഗിക്കുന്നത്. കോൾ ഡാറ്റ റെക്കോർഡ് കോളാണെങ്കിൽ IPDR നമ്മുടെ ഇൻ്റർനെറ്റ് നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ പരിശോധിക്കാൻ, നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റിൽ നമ്മൾ വാട്സപ്പോ അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് വഴി നടത്തിയ കോളുകൾ, അതുപോലെ തന്നെ ഏതൊക്കെ വെബ്സൈറ്റിൽ എത്ര തവണ സന്ദർശിച്ചു എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ IPDR എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ CDRും IPDRനെ കുറിച്ചിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് സമയം കളയാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, ഒരാളുടെ ഫോൺ നഷ്ടപ്പെട്ടാൽ പുതിയ സിം ഉള്ള മറ്റൊരാൾ അത് ഉപയോഗിക്കുന്നുവെങ്കിൽ ആ ഫോൺ തിരിച്ചറിയാൻ ഏത് നമ്പറാണ് കൂടുതൽ ഉപയോഗപ്രദമാകുക? 12 ഡിജിറ്റുള്ള IMEI നമ്പറാണോ, 12 ഡിജിറ്റുള്ള IMSI നമ്പറാണോ, 15 ഡിജിറ്റുള്ള IMEI നമ്പറാണോ, 15 ഡിജിറ്റുള്ള IMSI നമ്പറാണോ? അതായത് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു, അത് മറ്റൊരു സിം ഉപയോഗിച്ചിട്ട് വേറൊരാൾ ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മുടെ ഫോൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ ഏതാണെന്നാണ് പറയുന്നത്. അത് തന്നെ IMEI നമ്പർ IMSI നമ്പർ എന്താണെന്ന് നോക്കാം. IMEI നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മൊബൈൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി നമ്പറാണ് നമ്മുടെ IMEI നമ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണുകൾക്കുള്ള പ്രത്യേക കോഡാണ്. അതായത് നമ്മുടെ മൊബൈൽ നമുക്ക് പ്രവർത്തനരഹിതമാക്കാൻ പോലും സാധിക്കുന്ന ഒരു മൊബൈൽ, അതായത് ഓരോ മൊബൈലിനുള്ളൊരു പ്രത്യേക യുണീക്ക് കോഡാണ് നമ്മുടെ IMEI നമ്പർ എന്ന് പറയുന്നത്. എന്നാൽ IMSI നമ്പർ എന്നാണ്
അതിന് ഫുൾ ഫോം വരുന്നത് ഇൻ്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിഫയർ നമ്പർ എന്നാണ്. ഇത് നിങ്ങൾ ഫുൾ ഫോം ഓർത്ത് വെക്കുക. IMEI ആണെങ്കിൽ ഇൻ്റർനാഷണൽ മൊബൈൽ എക്യുപ്മെൻറ്റ് നമ്പർ എന്നാണ്, എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി നമ്പർ എന്നാണ്. IMSI ആണെങ്കിൽ ഇൻ്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിഫയർ നമ്പർ എന്നാണ് നമ്മുടെ IMSI വരുന്നത്. അപ്പോൾ നമുക്ക് IMEI നമ്പർ നമ്മുടെ മൊബൈലിൻ്റെ ഒരു കോഡാണെങ്കിൽ, നമ്മുടെ മൊബൈലിന് യുണീക്കായിട്ടുള്ള കോഡാണെങ്കിൽ, IMSI എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക്, അതായത് നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു മൊബൈലിന് ഒരു മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ടാവും, അതിനുള്ളൊരു യുണീക്ക് കോഡാണ് നമ്മുടെ IMSI നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മൾ സിം ഉപയോഗിച്ചിട്ട് മറ്റൊരാൾ ഉപയോഗിക്കുന്നെങ്കിൽ അത് തിരിച്ചറിയാൻ, നമ്മൾ മൊബൈൽ വെച്ചാണല്ലോ നമ്മളത് തിരിച്ചറിയുക മറ്റൊരു സിം ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ, നമ്മുടെ ഉത്തരം വരുന്ന IMEI നമ്പർ ആയിരിക്കും. അതായത് മറ്റൊരാൾ ഉപയോഗിക്കുന്നു നമ്മുടെ ഫോൺ, ഒരു സിം, അവരുടെ വേറൊരു സിം ഉപയോഗിച്ചു, അപ്പോൾ മൊബൈലിനുള്ള ഒരു യൂണിക് കോഡ് ഉപയോഗിച്ചിട്ടല്ല നമ്മളത് കണ്ടുപിടിക്കുക. അപ്പോൾ IMEI നമ്പറാണ് നമ്മൾ വരുന്നത്. IMEI നമ്പറാണ് ഇവിടെ ഉത്തരം വരുന്നത്. അപ്പോൾ എത്ര ഡിജിറ്റുള്ള IMEI നമ്പറാണ്? 12 ഡിജിറ്റാണോ 15 ഡിജിറ്റാണോ? നമ്മൾക്ക് ഉത്തരം വരുന്ന ഓപ്ഷൻ സി 15 ഡിജിറ്റുള്ള IMEI നമ്പർ എന്നാണ് ഇവിടെ ഉത്തരം വരുന്നത്. കാരണം നമ്മുടെ IMEI നമ്പറിന് 15 ഡിജിറ്റ് ഉണ്ട്. അതിന് നമുക്ക് ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് തരംതിരിക്കുക. അതായത് ആദ്യത്തെ 8 നമ്പർ അറിയപ്പെടുന്നത് TAC അല്ലെങ്കിൽ ടൈപ്പ് അലോക്കേഷൻ കോഡ് എന്നാണ്. ആ 8 നമ്പറിൽ ആദ്യത്തെ 2 നമ്പർ അറിയുന്നത് റിപ്പോർട്ടിംഗ് ബോഡി. ആ 2 നമ്പർ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ സെൽഫോണിൻ്റെ മോഡൽ, അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡ്. അതാണ് നമ്മുടെ ഈ 15 നമ്പറിലെ 8 നമ്പറിലെ ആദ്യത്തെ 2 നമ്പർ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 9 to 14 നമ്പർ സൂചിപ്പിക്കുന്നത് നമ്മുടെ മൊബൈലിൻ്റെ സീരിയൽ നമ്പറും, അതുപോലെ തന്നെ 15ാമത്തെ ഡിജിറ്റ് നമുക്ക് സൂചിപ്പിക്കുന്നത് ചെക്ക് ഡിജിറ്റ്. അതായത് എന്തിനാണ് ചെക്ക് ഡിജിറ്റ് ഉപയോഗിക്കുന്നതെന്ന് PSC ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മൾ IMEI നമ്പറിൻ്റെ സാധുത പരിശോധിക്കാനാണ് നമ്മൾ 15ാമത്തെ നമ്പർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് 15 ഡിജിറ്റുള്ള IMEI നമ്പറാണ് നമുക്കൊരു മൊബൈലിൻ്റെ യുണീക്ക് കോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ മൊബൈലൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉപയോഗപ്രദമാകുന്ന ഒരു നമ്പറാണ് നമ്മുടെ IMEI നമ്പർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ആക്രമണകാരി ഒരു വിശ്വസനീയമായ സ്ഥാപനമായി നടിച്ച് ഒരു സിസ്റ്റത്തിലേക്ക് അനധികൃതമായി പ്രവേശനം നേടുന്ന ഒരു ആക്രമണം? ഡോസ് അറ്റാക്ക് ആണോ, റാംസംവെയർ അറ്റാക്ക് ആണോ, അതാ IP സ്പൂഫിംഗ് ആണോ, അല്ലെങ്കിൽ മറ്റേ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ആണോ? ഏതാണ്? ഇവിടെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി IP സ്പൂഫിംഗ് ആണ്. IP സ്പൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഇത് ഓർത്ത് വെക്കുക, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു നമ്മുടെ ഇൻ്റർനെറ്റ് വഴിയുള്ള കുറ്റകൃത്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്ന IP സ്പൂഫിംഗ് ആണ്. അതായത് ആക്രമണകാരി ഒരു വിശ്വസനീയമായ സ്ഥാപനമായി നടിച്ചിട്ട് ഒരു സിസ്റ്റത്തിലേക്ക് അനധികൃതമായിട്ട് പ്രവേശനം നേടുന്ന ഒരു ആക്രമണമാണ് IP സ്പൂഫിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ഇമെയിൽ അയക്കുന്നയാളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്? ഡിജിറ്റൽ സിഗ്നേച്ചർ ആണോ, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ആണോ, ഡൊമൈൻ നെയിം ആണോ, ഇമെയിൽ ഫിൽറ്ററിംഗ് ആണോ? അപ്പോൾ നമുക്കിവിടെ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്നൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ ഡൊമൈനും അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ ഇമെയിലായിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ ഡൗട്ട് വരാം. അപ്പോൾ നമ്മൾ ഇത്രമാത്രം ആലോചിച്ചാൽ മതി. നമുക്കൊരു ചെക്കോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കത്തോ എന്തെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അയച്ചതാണെന്നുള്ളൊരു ആധികാരികത ഉറപ്പാക്കുന്ന ഇതെന്താണ്? അത് നമ്മുടെ ഒപ്പായിരിക്കും. നമ്മളതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മളാണത് അയച്ചത്, നമ്മളാണത് എഴുതിയത് എന്നൊക്കെ ഉറപ്പാക്കുന്ന ഒന്നാണ് നമ്മുടെ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ കത്തയക്കുമ്പോഴൊക്കെ നമ്മൾ ഒപ്പിടുന്നുണ്ടെങ്കിൽ നമുക്കത് ഇമെയിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വഴി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്? അത് നമ്മുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആയിരിക്കുമല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ഡിജിറ്റൽ സിഗ്നേച്ചറാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് നമ്മളാണ് അത് എഴുതിയത്, നമ്മളാണ് ആ ഇമെയിൽ അയച്ചത് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കുക. നമ്മൾ ആധികാരികത ഉറപ്പാക്കുന്ന ഒന്നാണ് നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.
അപ്പോൾ താഴെ പറയുന്നവയിൽ ഏറ്റവും വേഗതയേറിയ കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഓപ്ഷൻ എ സൂപ്പർ കമ്പ്യൂട്ടർ, ഓപ്ഷൻ ബി മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ഓപ്ഷൻ സി മിനി കമ്പ്യൂട്ടർ, ഓപ്ഷൻ ഡി മൈക്രോ കമ്പ്യൂട്ടർ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഉത്തരമായിട്ട് വരുന്നത്. അത് താഴെ പറയുന്നതിൽ ഏറ്റവും വേഗതയേറിയ കമ്പ്യൂട്ടർ ഏത്? ഇപ്പോൾ കമ്പ്യൂട്ടറിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറിനാണ് ഏറ്റവും കൂടുതൽ വേഗത എന്ന് പറയുന്നത്. അതുപോലെ സങ്കീർണമായ ജോലികൾ, അതായത് ഏറ്റവും വേഗതയേറിയും സങ്കീർണമായ ജോലികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലസ്റ്റർ ഓഫ് കമ്പ്യൂട്ടേഴ്സാണ്. അതായത് ഒരുപാട് കമ്പ്യൂട്ടർ ചേർന്ന ഒന്നാണ് നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണെന്ന് PSC ചോദിക്കാം. അപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്ന് പറയുന്നത് സൈമർ ക്രേ ആണ്. നിങ്ങളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥാ പ്രവചനം, ഗവേഷണം, എണ്ണ പരിവേഷണം എന്നിവയ്ക്കൊക്കെയാണ് നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഏത് സോഫ്റ്റ്വെയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലിനക്സ് അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിത് എന്തായാലും ഓർത്ത് വെക്കണം. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ഒരേ സമയം ഉപയോഗിക്കാനാവുന്നതും അതുപോലെ തന്നെ സംഭരണശേഷി കൂടിയതുമായ കമ്പ്യൂട്ടർ. അതായത് ഒരുപാട് സ്റ്റോറേജ് കൂടിയതും ആയിരക്കണക്കിന് പേർക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റുന്നതുമായ കമ്പ്യൂട്ടറാണ് നമ്മുടെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സംഭരണശേഷി കൂടുതലെന്ന് പറയുമ്പോൾ അതിന് വളരെയധികം ഡാറ്റ കൈകാര്യം ചെയ്യുന്ന മേഖലകൾക്കായിരിക്കുമല്ലോ അത് അനുയോജ്യം എന്ന് പറയുന്നത്. കാരണം അതിന് ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്, ഒരുപാട് പേർക്ക് ഉപയോഗിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാങ്കിങ്, അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേൻ്റെ റിസർവേഷൻ്റെ സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ നമ്മുടെ എയർലൈൻ റിസർവേഷൻ്റെ സോഫ്റ്റ്വെയർ, ഇതിലൊക്കെ ഒരുപാട് പേര് ഡാറ്റ സൂക്ഷിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മേഖലകളിലാണ് നമ്മുടെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുന്നത്. അടുത്തതായിട്ട് മിനി കമ്പ്യൂട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആയിരക്കണക്കിനൊന്നുമില്ല, എന്നാലും 100 കണക്കിന് ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാം. നമ്മുടെ മെയിൻ ഫ്രെയിമിനേക്കാളും ചെറുതും എന്നാൽ നമ്മുടെ മൈക്രോ കമ്പ്യൂട്ടറിനേക്കാളും വലുതുമായ പ്രവർത്തന ശേഷിയാണ് നമ്മുടെ മിനി കമ്പ്യൂട്ടറിനുള്ളത്. അപ്പോൾ ഇത്രയാണ് മിനി കമ്പ്യൂട്ടറിന് പറയാനുള്ളത്. അതായത് 100 കണക്കിന് ഉപഭോക്താക്കൾക്ക് ഒരേ സമയം ഉപയോഗിക്കാം. മെയിൻ ഫ്രെയിമിൻ്റെ അത്ര വരില്ല, എന്നാലും മൈക്രോ കമ്പ്യൂട്ടറിനേക്കാളും നല്ലതാണ്. അടുത്തതായിട്ട് മൈക്രോ കമ്പ്യൂട്ടർ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരു സർക്യൂട്ട് ബോർഡ്, അതുപോലെ തന്നെ CPU, മൈക്രോ പ്രോസസ്സർ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറാണ് നമ്മുടെ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നും നമ്മൾ ഇതിനെ വ്യാപകമായിട്ട് അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ഡെസ്ക് ടോപ്പ്, പാം ടോപ്പ്, അതുപോലെ തന്നെ ലാപ്ടോപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ എന്താ പറയുക മൈക്രോ കമ്പ്യൂട്ടറാണ്. അതായത് ഒരേ ഒരു സർക്യൂട്ട് ബോർഡല്ല നമ്മുടെ ലാപ്ടോപ്പിനുള്ളൂ, അതുപോലെ CPU ഒന്നേ ഉള്ളൂ, മൈക്രോ പ്രോസസ്സർ ഒന്നേ ഉള്ളൂ. അങ്ങനെ അതിനെ മാത്രം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒന്നാണ് നമ്മുടെ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഇനിയും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ചോദ്യം ഇതാണ്: മിഡ് റേഞ്ച് കമ്പ്യൂട്ടർ ഏത് കമ്പ്യൂട്ടറിനെ വിളിക്കുന്നു? മിഡ് റേഞ്ച് കമ്പ്യൂട്ടർ അതായത് നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടറിനാണോ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിനാണോ, മിനി കമ്പ്യൂട്ടറിനാണോ, അഥവാ മൈക്രോ കമ്പ്യൂട്ടറിനാണോ അങ്ങനെ വിളിക്കുന്നത്? നമുക്ക് കഴിഞ്ഞ ചോദ്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉത്തരം ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിനേക്കാളും ചെറുതും അതുപോലെ തന്നെ മൈക്രോ കമ്പ്യൂട്ടറിനേക്കാളും വലുതുമായ കമ്പ്യൂട്ടറാണ് ഏതാണ്? മിനി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ മിഡ് റേഞ്ച് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കാരണം ഇതിനിടയിൽ ഒരു മിഡായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മളിതിനെ മിഡ് റേഞ്ച് കമ്പ്യൂട്ടർ എന്ന് നമ്മുടെ മിനി കമ്പ്യൂട്ടറിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. പെർമനൻറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത് ഏത് മെമ്മറിയാണ്? നമുക്ക് 2 ടൈപ്പ് മെമ്മറി നമുക്ക് പറയാൻ പറ്റും നമ്മുടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റാണ് നമ്മുടെ പ്രൈമറി മെമ്മറിയും, സെക്കൻഡ് വൺ നമ്മുടെ സെക്കൻഡറി മെമ്മറി എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, അതിൽ പ്രൈമറി മെമ്മറിയിൽ പെർമനൻറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. പ്രൈമറി മെമ്മറിയിലാണ്. അപ്പോൾ റാം പ്രൈമറി മെമ്മറിയാണ്, റോം പ്രൈമറി മെമ്മറിയാണ്, ക്യാച്ച് മെമ്മറിയും പ്രൈമറി മെമ്മറിയാണ്. അതിൽ നമ്മുടെ റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ മൈക്രോ പ്രോസസ്സറിന് ഡാറ്റ സ്റ്റോർ ചെയ്യുക അതുപോലെ റിട്രീവ് ചെയ്യുക എന്ന തരത്തിൽ നമുക്ക് സാധിക്കുന്ന മെമ്മറിയാണ്. അതായത് റാം കണ്ടെത്തിയത് റോബർട്ട് ഡെൻ ആണ്. അതെന്തായാലും നിങ്ങൾ ഓർത്തു വെക്കുക, റോബർട്ട് ഡെൻ ആണ് റാം കണ്ടെത്തിയത്. ഇതൊരു ടെമ്പററി മെമ്മറിയാണ്. കാരണം നമുക്ക് എന്താ പറയുക, നമുക്ക് മൈക്രോ പ്രോസസ്സറിൽ നിന്ന് ഡാറ്റ സ്റ്റോർ ആൻഡ് റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെമ്മറിയാണ് നമ്മുടെ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. അത് ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അത് ടെമ്പററി മെമ്മറിയാണ്. അപ്പോൾ റാം ആവാൻ വഴിയില്ല. അടുത്തതായിട്ട് നമ്മുടെ റോം നോക്കിക്കഴിഞ്ഞാൽ റോം നമ്മുടെ എന്താ പറയുക
നമുക്ക് ഇതിൽ നിന്ന് ഡാറ്റ വീണ്ടും വീണ്ടെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ എന്നാൽ നമുക്ക് അതിൻ്റെ ഉള്ളടക്കത്തിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. അതാണ് റോം എന്ന് പറയുന്നത്. ഇതൊരു പെർമനൻറ്റ് മെമ്മറിയാണ്. കാരണം അപ്പോൾ ഇതിന് ഉത്തരം വരുന്നത് റോമാണ്, അതായത് റീഡ് ഓൺലി മെമ്മറിയാണ്. ഫുൾ ഫോം ഓർത്ത് വെക്കുക. റീഡ് ഓൺലി മെമ്മറിയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. പെർമനൻറ്റ് മെമ്മറി എന്നറിയപ്പെടുന്ന പ്രൈമറി മെമ്മറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോമാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ക്യാച്ച് മെമ്മറിയും കൂടെ ഒന്ന് നോക്കാം. നമ്മുടെ പ്രൊസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയ്ക്കുള്ളതും ചെറുതും വേഗതയേറിയതുമായ മെമ്മറിയാണ്. അതായത് നമ്മുടെ പ്രൊസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയ്ക്കുള്ള ചെറുതും വേഗതയേറിയതുമായ മെമ്മറിയാണ് നമ്മുടെ ക്യാച്ച് മെമ്മറി എന്ന് പറയുന്നത്. അതായത് അത് സ്മോളാണ്, പക്ഷേ വളരെയധികം സ്പീഡിയാണ്. അതുപോലെ തന്നെ കൂടെ ഉപയോഗിക്കുന്ന ഡാറ്റ ക്യാച്ച് മെമ്മറി വേഗത്തിലെടുക്കുന്നതിനായി സൂക്ഷിക്കുന്നു. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മെമ്മറിയൊക്കെ നമ്മുടെ ക്യാച്ച് മെമ്മറിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളത് പെട്ടെന്ന് യൂസ് ചെയ്യാനായിട്ട് നമ്മളതിൽ സ്റ്റോർ ചെയ്യുന്നു. നമ്മുടെ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും നമ്മൾ ക്യാച്ച് മെമ്മറിയൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ റാമിനേക്കാൾ വേഗതയും വിലയും കൂടിയ മെമ്മറിയാണ് ക്യാച്ച് മെമ്മറി എന്ന് പറയുന്നത്. അതായത് ഒരു റാമിനേക്കാളും വളരെയധികം വേഗതയേറിയതും അതുകൊണ്ട് തന്നെ വളരെ എക്സ്പെൻസീവുമാണ് നമ്മുടെ ക്യാച്ച് മെമ്മറി എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഈ ഒരു ഭാഗത്ത് നോക്കുന്നത്. അപ്പോൾ ബേസിക്സ് ഓഫ് ഐ ടിയിലെ ഇനിയും ചോദ്യങ്ങളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അടുത്ത ഭാഗത്തിൽ ചിലപ്പം വേറൊരു ടോപ്പിക്കായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ സൈക്കോളജിയോ അല്ലെങ്കിൽ BSCയോ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ എങ്ങനെയാണ് റെസ്പോൺസ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.